കരയാൻ വിധിച്ചവനോ ഞാൻ ഈ ദുനിയാവിൽ, കനലായി തീർത്തവനോ യാ റഹ്മാനല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പടച്ചവനെ, ഇത് മക്കള് എനിക്ക് ജംഷീദ് വരുമ്പോഴൊക്കെ എനിക്ക് ജംഷീദ് ചിത്രം കാണുമ്പോൾ തന്നെ ആദ്യം ഓർമ്മ വരുന്നത് ഈ കണ്ണു നനഞ്ഞു ഞാൻ പാടവേ, ഈ കൽബു പിടഞ്ഞു പിടഞ്ഞു ഞാൻ തേടവേ, ജന്മം തന്ന നാഥാ ജീവൻ തന്ന താജാ, ജന്മം തന്ന നാഥാ ജീവൻ തന്ന താജാ. കരയാൻ വിധിച്ചവനോ ഞാൻ ഈ ദുനിയാവിൽ, കനലായി തീർത്തവനോ യാ റഹ്മാനല്ലാ. അല്ലാ അല്ലാ യാ അല്ലാ. ഈ കണ്ണു നനഞ്ഞു കുതിർന്നു ഞാൻ പാടവേ, ഈ കൽബ് പിടഞ്ഞു പിടഞ്ഞു ഞാൻ തേടവേ. നടക്കും വഴികളിൽ ഇന്ന് മുള്ളിൻ മുനകൾ ഏറെയാൻ, നീയല്ലാതെ ഇല്ല റബ്ബേ മറുമുഖമായി ചൊല്ലിട അല്ലാ. മൂന്നാൺകുട്ടികളല്ലേ? മൂന്നാൺകുട്ടികളെ. മഴയല്ലേ, മഴ ആയതുകൊണ്ട് എന്താ പറയാ, ഈ സീസണൊക്കെ കുറവാണ്. എന്നാലും കുഴപ്പമില്ല. എനിക്ക് എന്താ, നമ്മളിപ്പം മൻസൂർ തേലക്കാട് ഒരേ കിടപ്പിൽ കിടക്കുന്ന ഒരു എന്റെ വലിയ ഫ്രണ്ടാണ്. അല്ല, മൻസൂർ തേലക്കാടിനെയൊക്കെ പോയി കാണുമ്പോൾ ഇവരെല്ലാം പറയുന്നൊരു വർത്താനുണ്ട്. എന്താണ്? അൽഹംദുലില്ലാ, കുഴപ്പമില്ല, അൽഹംദുലില്ലാ. ഇതിന്റെ ഒരു വ്യാപ്തി, ആശയവ്യാപ്തി എന്ന് പറഞ്ഞല്ലേ, നമ്മളെല്ലാം ഉണ്ടായിട്ടും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായിട്ടും ഇവിടെ പോകാനും വരാനും ഒന്നും ശാരീരികമായിട്ടാണെങ്കിലും മറ്റ് സംവിധാനങ്ങളിലും ഒരു കുഴപ്പമില്ലാത്ത മനുഷ്യർ പല കാരണങ്ങളൊക്കെ പറഞ്ഞ് പരിഭവപ്പെടുന്നൊരു ലോകത്ത് നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ പരിമിതി ഉണ്ടെന്ന് തോന്നുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ അൽഹംദുലില്ലാ ഒരു പ്രശ്നമില്ല എന്ന് പറയുന്നത് കേൾക്കുമ്പോഴല്ലോ സത്യത്തിൽ നമ്മളൊക്കെ തലതാഴ്ത്തേണ്ട. എന്താ വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഞങ്ങളൊക്കെ ഒരു, എന്നെ മനസ്സുകൊണ്ടൊക്കെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഓസ്റ്റിയോജെനസിസ് ഇംപെർഫെക്റ്റ് എന്ന രോഗമാണ്. അതായത് എല്ലുകൾ എന്താണ് ആരെങ്കിലുമൊക്കെ എടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആക്ഷന് തുമ്മി കഴിഞ്ഞാൽ ഞെട്ടിക്കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് പൊട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ചെയ്യലെന്ന് വെച്ചാൽ തലയാണ് വെച്ചിട്ട് ആ ഭാഗത്ത് കണ്ട് ചെരിഞ്ഞെടുക്കും. പിന്നെ ആ ഭാഗം തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ അവിടെ ഞങ്ങൾക്ക് വേണ്ടി ചെരിഞ്ഞിരിക്കാൻ പോലും കഴിയില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻ്റെ ഏതെന്ന് വെച്ചാൽ ഒരു കട്ടിൻ്റെ മുകളിൽ വെച്ചുകൊണ്ട് ആ കട്ടിൻ്റെ ഇതിനൊരു ചെറിയൊരു ഓട്ട തുളച്ചിട്ട്, അപ്പോൾ ആ ഓട്ട തുളച്ചിട്ട് അതിനടിയിൽ പാത്രം വെച്ചിട്ട് ആ ഓട്ടയിലൂടെയാണ് ഞാൻ ബാത്റൂമിലേക്ക് ഇതിനൊക്കെ പോവുക. കാരണം ഉമ്മൻ്റെ മറ്റു ആഗ്രഹങ്ങളൊക്കെ മറന്നുകൊണ്ട് 18 വർഷക്കാലം ഒരു ആൺകുട്ടി ഒരു മകന് എന്തെങ്കിലുമൊക്കെ ആവുന്ന പ്രതീക്ഷയിൽ അന്നേ ഞാൻ ഉമ്മാനോട് പറഞ്ഞ വേദനകൾ സഹിക്കുമ്പോൾ എന്താ പറയുക, ഉമ്മ എങ്ങനെയെങ്കിലും എനിക്ക് വേണ്ടി നിങ്ങൾ തോൽക്കുകയും, കാരണം നിങ്ങൾ പോണതിൻ്റെ മുമ്പേ പഠിച്ചോണ്ട് നമ്മളെ തിരിച്ച് വിളിക്കണേന്ന് ഞങ്ങളങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതായത് ഇമ്മ ശരിക്കും അങ്ങനെ പ്രാർത്ഥിച്ചിട്ട്. പക്ഷെ ഇതൊക്കെ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് പിന്നീട് മനസ്സിലായത് എന്താ, ഇവിടെ ഒന്നല്ല, മൂപ്പര് ഉദ്ദേശിക്കുന്ന ഒരു ഉദ്ദേശമുണ്ട്. ഞങ്ങളെപ്പോലത്തെ ഇവിടെ ഞങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഏറ്റവും വലിയ സുപ്രഗതി. സത്യം, അൽഹംദുലില്ലാ. തീർച്ചയായിട്ടും ഞങ്ങളെ ഒന്നും ആഗ്രഹിച്ചില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം 18 വർഷക്കാലം ഇങ്ങനെ വന്നിട്ട് ഞാനൊരു സ്കൂളിന്റെ മദ്രസിന്റെ അകത്തളങ്ങളൊന്നും കണ്ടില്ല നമ്മള്. അപ്പൊ ഈ അകത്തളത്തിലിരിക്കുന്ന നമുക്ക് സ്കൂൾ മുറ്റങ്ങളും ഞാൻ പഠിക്കാതെ ചിരിക്കാതെ എൻ്റെ മദ്രസകളൊക്കെ ആഗ്രഹിക്കണം. ഓരോരുത്തർ പോകുമ്പോൾ നമുക്കൊരു വലിയൊരു ആഗ്രഹമാണ്. അപ്പൊ ആ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഒരു പാട്ടെങ്കിലും പാടില്ല, ആരെങ്കിലും എടുത്തുകൊണ്ടായാലും അങ്ങനെ ഒരു അവസരം എൻ്റെ പള്ളിയിൽ, എൻ്റെ കൈനിക്കര മഹലിൽ എനിക്കൊരു അവസരം കിട്ടി. അവിടെ നിന്നാണ് അന്ന് തന്നെ നമ്മൾ എത്രത്തോളം നമുക്ക് കൈകാര്യങ്ങളൊന്നും ഉണ്ടായി കാലിൽ ഉസ്താദേ, നമുക്ക് നല്ലൊരു മനസ്സും നല്ലൊരു ഹൃദയവും നല്ലൊരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ എവിടെ എത്താം. ആ മുഖക്കെട്ട് നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തൂല. നമ്മൾ ഒന്നുമില്ല എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി നമ്മൾ എവിടെ എത്തും. എന്നെ സംബന്ധിച്ചിടത്തോളം 250 വട്ടം വിദേശ രാജ്യങ്ങളിൽ പോയി വന്ന ആളാണ് ഞാൻ. പാട്ടുകൾ കൊണ്ട് ഒരുപാട് ഞാൻ ആഗ്രഹിച്ചിലധികം. കാരണം എൻ്റെ ഉമ്മനും ഉപ്പനൊക്കെ കൊണ്ട് ഉമ്രക്കൊക്കെ കൊണ്ടുപോയിട്ടുള്ള ഒരാളാണ്. ജീവിതത്തിൽ ഇതിനേക്കാൾ ഇനി ഒന്നും ഇല്ല എനിക്ക്. പിന്നെ